ഹലോ സുഹൃത്തുക്കളെ, സിയാറ്റ് ലൈനിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിടിലം സ്ഥലമാണ്. അതായത് പുനലൂരിൽ നിന്ന് അലിമുക്ക് വഴി ചാലിയക്കര പോകുന്ന റൂട്ടിൽ അടിപൊളി ഒരു അക്വഡേറ്റ് ഉണ്ട്. അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം. കൂടെ തന്നെ ഒരു ചെറിയ ഒരു കമ്പിപ്പാലവും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും സുഹൃത്തുക്കളെ. മനോഹരമായ കാട്ടുപാതയിലുള്ള യാത്ര എല്ലാവർക്കും നല്ലൊരു അനുഭൂതി തന്നെയേകും സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്നത് തെന്മല ഡാമിൽ നിന്ന് വരുന്ന കനാലാണ്. ഇതിൻ്റെ അക്വഡേറ്റാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ സ്ഥലം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടം മുതലാണ് സുഹൃത്തുക്കളെ കനാൽ പാലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കനാൽ പാലത്തിലേക്ക് പോകാം. ഇതാണ് സുഹൃത്തുക്കളെ ആ കനാൽ പാലം. ഇരുവശങ്ങളും വലിയ വലിയ മരങ്ങളാൽ ചുറ്റപ്പെട്ട കാണുന്ന ഈ കനാൽ പാലത്തിൻ്റെ നീളം 270 മീറ്ററാണ്. അതിപടുകൂറ്റമായ ഈ കനാലിൻ്റെ താഴെ കാണുന്ന ഈ ഭാഗമാണ് AVT കമ്പനിയുടേത്. അതിൻ്റെ ഫാക്ടറിയും മറ്റും ഓഫീസുകളുമാണ് താഴെ കാണുന്നത് സുഹൃത്തുക്കളെ. ഈ കാണുന്ന മരമാണ് ഏഴിലം പാല. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ അതിമനോഹരമായ ഒരു ദൂരക്കാഴ്ച ഇവിടെ നിന്ന് കിട്ടും. എന്തുകൊണ്ടും ഒരു ചെറിയ ടൂർ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ലൊരു സന്തോഷവും സമാധാനവും ഇവിടെ വന്നാൽ കിട്ടുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് സുഹൃത്തുക്കളെ.
ഇനി നമ്മൾ പോകുന്നത് ഒരു ചെറിയ അക്വഡേറ്റിലേക്കാണ്. അതും ഈ കനാലിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ യാത്രയാണ് അതിമനോഹരം. ഇരുവശങ്ങളും നല്ല വ്യൂവും മനോഹരവുമായ കാറ്റും അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ വന്നത് ഒരു ഉച്ച സമയത്താണ്. അതായതുകൊണ്ടാണ് ഈ വെയിലത്തും നമുക്ക് ഇതിൽ കൂടെ സഞ്ചരിക്കാൻ നല്ലൊരു സന്തോഷം കിട്ടുന്ന യാത്രയാണ് സുഹൃത്തുക്കളെ. ഈ മുൻപേ ബൈക്കിൽ പോകുന്ന ആ സുഹൃത്താണ് നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നത് സുഹൃത്തുക്കളെ. അയാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ മറന്നുപോയി, എന്നാലും ക്ഷമിക്കുക. അദ്ദേഹം ഈ നാട്ടുകാരനാണ്. രഞ്ജിത്ത് എന്ന് പറയുന്ന നമ്മളൊരു സുഹൃത്താണ് നമുക്ക് ഈ സ്ഥലം പരിചയപ്പെടുത്താൻ ഇടയുണ്ടായത് സുഹൃത്തുക്കളെ. എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ അമർത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ ചെറിയ അക്വഡേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കറവൂര്. ഇവിടെ നിന്നാണ് നമ്മൾ നേരെ കമ്പിപ്പാലത്തിലേക്ക് പോകുന്നത് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ കമ്പിപ്പാലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ കമ്പിപ്പാലം തന്നെയാണ്. നല്ല താഴ്ചയൊക്കെ ഉണ്ട്, എന്നാലും കാണാനൊക്കെ കൊള്ളാം. ഇത് പണിയിപ്പിച്ചത് ഏത് വർഷത്തിലാണെന്ന് അറിയത്തില്ല. എന്നാലും നമുക്കിതൊരു വൈബ് തന്നെയാണ് സുഹൃത്തുക്കളെ. ഒരു സമയം അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പോകത്തില്ല, വൺ സൈഡ് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. ഇഷ്ടംപോലെ ആളുകൾ ഇത് കാണാൻ വേണ്ടി ഇവിടെ വരുന്നതാണ് സുഹൃത്തുക്കളെ. നിങ്ങളും ഈ യാത്രയിൽ വരുമ്പോൾ ഈ ഒരു സ്ഥലം ഒഴിവാക്കല്ലേ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതിമനോഹരമായ ഒരു ചെറിയ കമ്പിപ്പാലമാണ്. നമ്മുടെ നാട്ടിലേക്ക് പുനലൂർ ഇതുപോലൊരു ചെറിയ കമ്പിപ്പാലം ഉള്ളത് എല്ലാവർക്കും അങ്ങനെ അറിയത്തില്ല. എന്നാൽ തന്നെയും നമ്മൾ ഈ കമ്പിപ്പാലവും കൂടെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ. ഈ യാത്രയിൽ ഞാനും എൻ്റെ അനുജൻ ദീപവും സുഹൃത്തായ രഞ്ജിത്തും എൻ്റെ കൂടെ തന്നെയുണ്ട് സുഹൃത്തുക്കളെ. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.